Morning student, അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Evaluate triple integral v x dx dy dz, where v is the volume of the tetrahedron bounded by the plane x equals 0, y equals 0, z equals 0, x plus y plus z is equal to a. ഡിസംബർ 2018 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കും. ഇത് ചെയ്യാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ എങ്ങനെ എഴുതാണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ എക്സ് ഡി ഇസഡ് ആദ്യം എഴുതുന്നു, ഡി വൈ ഡി എക്സ്. ആദ്യം ഡി ഇസഡ് എഴുതുന്നു, ഡി വൈ ഡി എക്സ് ഈ ഓർഡർ. ഈ ഇസഡിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ 0 എന്നുള്ള ലോവർ ലിമിറ്റ് എടുക്കാം. അപ്പർ ലിമിറ്റ് കിട്ടാനായിട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു എ എന്നാണ്. അപ്പൊ ഇസഡ് സമയത്തായിരിക്കും എ മൈനസ് എക്സ് മൈനസ് വൈ. അപ്പൊ നമുക്ക് അതിന്റെ അപ്പർ ലിമിറ്റ് എ മൈനസ് എക്സ് മൈനസ് വൈ. ഇനി വൈയുടെ എക്സിന്റെ ലിമിറ്റ് കിട്ടണം. വൈയുടെ എക്സിന്റെ ലിമിറ്റ് കിട്ടാനായിട്ട് 2 ഡയമെൻഷൻ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ഷൻ കൊടുക്കാം. എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ്. 2 ഡയമെൻഷൻ പ്ലെയിനിൽ ഇസഡ് 0 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ എന്ന് വരും. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ 1 പ്ലസ് വൈ ബൈ 1 ഇസ് ഈക്വൽ ടു എ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ എഴുതാം. ഇങ്ങനെയാണ് ആ ലൈൻ വരുന്നത്. ഇപ്പൊ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഇസ് ഈക്വൽ ടു 1. എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും ആ ലൈൻ വരുന്നത്. ഇത് എ 0, ഇത് 0. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. ഇത് എക്സ് ആക്സിസ് ആണ്, വൈ ആക്സിസ് ആണ്. അപ്പൊ നമ്മുടെ റീജിയൻ ഇതാണ്. അപ്പൊ നമ്മള് വൈയുടെ ലിമിറ്റ് ആണ് കിട്ടേണ്ടത്. വൈയുടെ ലിമിറ്റ് കിട്ടാനായിട്ട് സ്ട്രിപ്പ് വലിക്കുന്ന പാരലൽ ടു വൈ ആക്സിസ് വലിക്കുന്നത്. താഴെ ടച്ച് ചെയ്യുന്നത് എക്സ് ആക്സിലാണ്. അപ്പൊ ലോവർ ലിമിറ്റ് 0. ഇവിടെ ടച്ച് ചെയ്യുന്നത് ഈ ലൈനിലാണ്. ഈ ലൈനിന്റെ പേര് എന്താണ്? എക്സ് പ്ലസ് വൈ സിക്വൽ ടു എ എന്നുള്ള ലൈൻ. എക്സ് പ്ലസ് വൈ സിക്വൽ ടു എ ആകുമ്പോൾ വൈ സിക്വൽ എന്താണ്? എ മൈനസ് എക്സ്. ഇനി അതുപോലെ എക്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റ് 0 0 ആണ്. 0 മുതൽ എ വരെ 0. അപ്പൊ നമുക്ക് എക്സ് ഇസഡിന്റെയും വൈയുടെയും എക്സിന്റെയും ലിമിറ്റ് കിട്ടി. ഇനി ആദ്യം നമ്മൾ ഇസഡ് വെച്ച് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇസഡ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 ടു എ മൈനസ് എക്സ്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇസഡ് 0 ടു എ മൈനസ് എക്സ് മൈനസ് വൈ ഡി വൈ. That is integral 0 to a minus x. ഈ ഇസഡിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് മൈനസ് വൈ. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡി വൈ. ഇനി അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് y വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. This is equal to integral 0 to a minus x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ax minus then x square minus xy dy dx. Then y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to a y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ axy മൈനസ് x സ്ക്വയർ y മൈനസ് xy സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് a മൈനസ് x dx. That is integral 0 to a ax into a minus x. y ക്ക് ഒരു a minus x കൊടുത്തു. minus x square into a minus x minus x by 2 into a minus x the whole square dx. That is integral 0 to ax into a എന്ന് പറയുമ്പോൾ a square x വരും. ax into minus x എന്ന് പറയുമ്പോൾ ax square. ഇവിടെ നമുക്ക് x square a വരും. ഇവിടെ നമുക്ക് പ്ലസ് x ക്യൂബ് വരും. ഇവിടെ x by 2 into a minus x whole square expand ചെയ്യുമ്പോൾ a square plus x square minus 2ax. ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണം. This is equal to integral 0 to a square x minus ax square minus x square a plus x cube minus x by 2
x by 2 a square minus x cube by 2, then minus plus I, 2 into gas I, about x square bracket open ചെയ്യും. ആദ്യത്തെ ടൈം a square x വരും, രണ്ടാമത്തെ ടൈം a x square വരും, the x square a വരും, the x cube x by 2 ഗുണിച്ച് ചെയ്യുമ്പോൾ minus x by 2 into a square, then minus x by 2 into x square എന്ന് പറയുമ്പോൾ minus x cube by 2 plus minus minus cancel ചെയ്തു, അപ്പോൾ x square a. This is equal to integral 0 to a. ഇവിടെ a square x ഉണ്ട്, വേറെ എവിടെയെങ്കിലും a square x എന്ന് നോക്കിയാൽ ഇവിടെ a square x by 2 ഉണ്ട്. ഈ ഒരു ടേമും എടുക്കാം, a square x ഉം a square x by 2. അപ്പൊ നമുക്ക് എന്ത് വരും? a square x by 2. അപ്പൊ ഈ രണ്ട് ടേം മാറിയിട്ട് a square x by 2 ആവും. ഇനി ഇവിടെ a x square ഉണ്ട്, ഇവിടെ ഒരു a x square ഉണ്ട്, ഇവിടെ ഒരു a x square ഉണ്ട് അല്ലേ? അപ്പൊ ഈ a x square ഈ x square കട്ട് ചെയ്ത് കളയാം. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? a x square. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് a x square വരും. അപ്പൊ ഈ ടേം കഴിഞ്ഞു. ഇനി ഇവിടെ x ക്യൂബ് മൈനസ് x ക്യൂബ് ബൈ 2, ഇവിടെ പ്ലസ് x ക്യൂബ് ഉണ്ട്, ഇവിടെ x ക്യൂബ് ബൈ 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x ക്യൂബ് ബൈ 2. ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്തപ്പോ a square x അതുപോലെ a square x by 2 സിംപ്ലിഫൈ ചെയ്തപ്പോ ഈ രണ്ട് ടൈം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a square x by 2 വരും. ഈ ഒരു a x square x square കട്ടായി പോകും. ബാക്കി ഇവിടെ മൈനസ് a x square എഴുതി, x ക്യൂബിൽ നിന്ന് x by 2 കുറച്ചപ്പോൾ x ക്യൂബ് by 2. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 to a ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ a square by 2 into x square by 2 minus a x cube by 3 plus 1 by 2 into x raised to 4 by 4, 0 to integration x വെച്ചുള്ള ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി നമുക്കത് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ a square by 2 into x square, ax cube by 3 plus 1 by 2 into x raised to 4 by 4. അപ്പോ ഇവിടെ നമുക്ക് x ന് അപ്പർ ലിമിറ്റ് a കൊടുക്കുമ്പോൾ a square into a square by 4 ആയിട്ട് ടേം വരും. രണ്ടാമത്തെ ടേം എന്താ തന്നെ? a into a cube divided by 3 plus 1 by 8 into a raised to 4. ലോഗ് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് a raised to 4 by 4 minus a raised to 4 by 3 plus a raised to 4 by 8. ആദ്യത്തെ രണ്ടെണ്ണം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3a raised to 4 minus 4a raised to 4 by 12 plus a raised to 4 by 8. ഇവിടെ നമുക്ക് എന്ത് വരും? മൈനസ് a raised to 4 by 12 plus a raised to 4 by 8. Now നമുക്ക് സിംപ്ലിഫൈ minus 8a raised to 4, 12a raised to 4 by 96. That is 4a raised to 4 divided by 96. എന്ന് പറഞ്ഞാൽ a raised to 4 by 24. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എത്രയാണ്? a raised to 4 by 24 എന്നാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ, a raised to 4 by 24. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. തന്നിരിക്കുന്ന നമ്മൾ dx dy dz എന്നാണ് ചോദിച്ചത്. നമ്മൾ dz dy dx ഫോമിൽ ചെയ്തു. ആദ്യം z ന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചു. നമ്മുടെ x plus y plus z is equal to a ആണ്. അതിൽ z equal to 0 ആണ്. 0 ലോവർ ലിമിറ്റും z ന്റെ അപ്പർ ലിമിറ്റ് a minus x minus y എടുത്തു. അതിനുശേഷം 2 ഡയമെൻഷൻ പ്ലെയിനിൽ നമ്മൾ പ്രൊജക്ഷൻ നടത്തി. അതിൽ നിന്ന് നമുക്ക് y-യുടെയും x-ന്റെയും ലിമിറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചു. അങ്ങനെ y-യുടെയും x-ന്റെയും ലിമിറ്റ് കിട്ടി, z-ന്റെ ലിമിറ്റ് കിട്ടി. ആദ്യം z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, അതിനുശേഷം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, അതിനുശേഷം x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. ഓരോ കേസിലും അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? a raised to 4 by 24 ആണ്. അപ്പൊ ഇത് ഡിസംബർ 2018 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. ആ ക്വസ്റ്റ്യൻ 2019 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിക്കാം. ഈ സെയിം മോഡ്യൂൾ തന്നെയായിരുന്നു അവർക്ക്. ഓക്കെ.